ഡിയർ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സിൻ്റെ കൺസെപ്റ്റ് ഫോർമേഷനും പ്രോബ്ലം സോൾവിങ്ങിനും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതിൻ്റെ ബേസ് അറിയുക എന്നുള്ളത്. നമ്മൾ ലോവർ ക്ലാസ്സുകളിൽ പഠിച്ച പല കാര്യങ്ങളും ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് അറിയാത്തത് കാരണത്താൽ നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ വേണ്ടി നാം ഒരു വീഡിയോ സീരീസ്, അതായത് ഫൗണ്ടേഷൻ റെഡിയാക്കാനുള്ള ഒരു വീഡിയോ സീരീസാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ആരംഭിക്കുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നമുക്കറിയാം, ലോകത്ത് ഇന്ന് നിലവിലുള്ള നമ്പറുകൾക്ക് മുമ്പായി റോമൻ അക്കങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ഈ റോമൻ അക്കങ്ങളിൽ ഒരുപാട് കാലം മാത്തമാറ്റിക്സ് ഒരു വലിയ ഡെവലപ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ തുടർന്നു പോയിരുന്നു. അതായത് റോമൻ അക്കങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം അതിന് പ്ലേസ് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ ദ നമ്പർ 0 എന്നത് റോമൻ അക്കങ്ങളിൽ നമുക്ക് കാണുകയില്ല. വളരെ ബേസിക് ആയിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ അന്ന് നിലവിലുണ്ടായിരുന്നുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഹയർ ഓപ്പറേഷൻസ് ഒന്നും തന്നെ റോമൻ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കാലത്ത് നടന്നിരുന്നില്ല. അങ്ങനെയാണ് 0 മുതൽക്ക് 9 വരെയുള്ള 10 ഡിജിറ്റ് നമ്പർ സിസ്റ്റം അഥവാ ഇന്തോ അറബ് ന്യൂമറൽ സിസ്റ്റം നിലവിൽ വരുന്നത്. ഇത് നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യക്കാരും അറബികളും സംയുക്തമായാണ് ഈ ഒരു നമ്പർ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തുടർന്നാണ് മാത്തമാറ്റിക്സിൽ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് വിപ്ലവം തന്നെ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താണ് നമ്പറുകൾ, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള നമ്പറുകളെ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അതായത് 1, 2, 3, 4 ഇങ്ങനെ തുടർന്നു പോകുന്ന നമ്പറുകളെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. വൈ ഇറ്റ് ഈസ് കാൾഡ് കൗണ്ടിങ് നമ്പേഴ്സ്? ബിക്കോസ് we are used to count using these numbers. അപ്പൊ ഈ നമ്പറുകളുടെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഇത് ഇൻഫിനിറ്റ് ആണ്, അഥവാ ഇതിനൊരു എൻഡ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് നമ്പർ 1, then each number is developed by adding 1. 1 എന്ന നമ്പർ ആഡ് ചെയ്തിട്ടാണ് ഓരോ നമ്പറുകളും ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഈ നമ്പറിനെ അഥവാ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിള് എൻ എന്നതാണ്. അപ്പൊ എൻ എന്നുള്ള ഒരു ലെറ്റർ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി നോക്കൂ, ഈ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഫർദർ എന്തായി ക്ലാസിഫൈ ചെയ്യാം? രണ്ടെണ്ണമായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഈവൻ നമ്പേഴ്സ് ആണ്, വേറൊന്ന് ഓഡ് നമ്പേഴ്സ് ആണ്. എന്താണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 എന്നിവയാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിന് പുറമെ നാച്ചുറൽ നമ്പറിൽ മറ്റ് നമ്പറുകളാണ് ആര്? 1, 3, 5, 7 ഈ നമ്പേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഓഡ് നമ്പേഴ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു ഈവൻ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈവൻ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2n എന്നാണ് ഈവൻ നമ്പേഴ്സിനെ നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എന്താണ് 2n ന്റെ പ്രത്യേകത? ഈ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ n എന്ന വേരിയബിളും നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ആണ് 2n. നോക്കൂ, ഈ n നമ്മൾ 1 കൊടുത്താൽ 2 into 1 ഫസ്റ്റ് നമ്പർ കിട്ടി. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 into 2 4, 2 into 3 6 ഇങ്ങനെ നമുക്ക് എല്ലാ നമ്പറുകളും കിട്ടും. അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ ജനറൽ ടേം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജനറൽ ടേം, ഓർ നമുക്ക് എന്ത് പറയാം? nth ടേം എന്നും നമുക്ക് പറയാം. നോക്കൂ, ഇനി ഇതാണെങ്കിലോ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക 2n-1 ആണ്. ഇതിനെ നമുക്ക് ഇതിന്റെ ജനറൽ ടേം ആയിട്ട് എടുക്കാം. 1 കൊടുക്കുമ്പോൾ 2 into 1 - 1 അത് നമുക്ക് 1 കിട്ടും. 2 into 2 - 1 3 കിട്ടും. 2 into 3 - 1 5 എന്ന് കിട്ടും. ഇതാണ് വളരെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സ് ഒന്നും ഓഡ് നമ്പേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു നമ്പറാണ്
പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2, 3, 5, 7, 11 എക്സെട്ര ഈ നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഈ നമ്പറിന്റെ പ്രത്യേകത? ഈ നമ്പറുകൾക്ക് 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. നോക്കൂ, ഇപ്പൊ 2 എന്നൊരു നമ്പർ കൺസിഡർ ചെയ്താൽ 1 and 2 ആർ ദ ഫാക്ടേഴ്സ്. 3 എന്ന നമ്പർ നമ്മൾ കൺസിഡർ ചെയ്താൽ 1, 3 ആണ് അതിന്റെ ഫാക്ടർ. അപ്പോൾ ഏതൊരു പ്രൈം നമ്പർ എടുത്താലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 1ഉം ആ നമ്പറും ആയിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറാത്തോസ്തനീസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആണ് പ്രൈം നമ്പേഴ്സിനെ എളുപ്പത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആദ്യമായി കണ്ടെത്തിയത്. ആ മെത്തേഡിനെ പറയുന്ന പേര് സീവ് ഓഫ് ഇറാത്തോസ്തനീസ് എന്നാണ്. നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ? ആദ്യമായിട്ട് നമ്മളിപ്പോ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, അതേപോലെ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. നോക്കൂ, ഈ 1 മുതൽക്ക് 25 വരെയുള്ള നമ്പറുകളാണ് ഞാൻ എഴുതിയത്. ഈ നമ്പറിൽ ഏതാണ് പ്രൈം എന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു മെത്തഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കൂ, ദ സീവ് ഓഫ് ഇറാത്തോസ്തനീസ്. ആദ്യം അദ്ദേഹം പറഞ്ഞു 1 ഈസ് നൈദർ എ പ്രൈം നോർ കോമ്പോസിറ്റ്. എന്നിട്ട് അദ്ദേഹം 2നെ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇനി 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്യും. 2ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് 10, 12, 14, 16, 18, 20, 22, 24. ഇനി 3 റൗണ്ട് ചെയ്യുക. 3യുടെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്യുക. അപ്പൊ 6 ക്യാൻസൽ ചെയ്തിട്ടുണ്ട് 9, 12 ക്യാൻസൽ ചെയ്തിട്ടുണ്ട് 15, 18 ക്യാൻസൽ ചെയ്തിട്ടുണ്ട് 21, അങ്ങനെ ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് 5 റൗണ്ട് ചെയ്തു. 5ന്റെ എല്ലാ മൾട്ടിപ്പിൾസും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാത്തത് 25 ആണുള്ളത്. ഇനി 7 റൗണ്ട് ചെയ്തു. അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും നമ്മൾ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്തു. പിന്നെ 7 കഴിഞ്ഞാൽ പിന്നീട് 11 ഉണ്ടല്ലേ, 11, പിന്നെ 13, പിന്നെ 17, പിന്നെ 19, പിന്നെ 23. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റൗണ്ടിങ് നമ്പേഴ്സ് ആണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാത്തോസ്തനീസ് ഉപയോഗിച്ച ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ദീസ് റൗണ്ടിങ് നമ്പേഴ്സ് ആർ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈമിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ 2 എന്ന് പറയുന്ന ഫസ്റ്റ് പ്രൈം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത 1ഉം 2ഉം മാത്രമേ ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ ഈ 2 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഈവൻ പ്രൈം നമ്പർ ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറും 2 തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. ഇനി പ്രൈം നമ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പറായിട്ട് നമുക്ക് പറയാനുള്ളത് കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർ എന്താണ് ഈ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് കോമ്പോസിറ്റ് ആയിട്ട് പറയാം. മാത്രവുമല്ല കോമ്പോസിറ്റ് നമ്പറിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നോക്കൂ, 4 എന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ 4ന് 1 ഒരു ഫാക്ടറാണ്, 2 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്. എന്താണ് ഫാക്ടർ നിങ്ങൾക്ക് അറിയാലോ? എന്താണ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 4 കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു നമ്പറിനെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റു നമ്പറുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 എന്ന് പറയുന്ന കോമ്പോസിറ്റ് നമ്പറിന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കൂ, 6 ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ഈസ് എ ഫാക്ടർ, 2 ഈസ് എ ഫാക്ടർ, 3 ഈസ് എ ഫാക്ടർ, 6 ഈസ് ആൾസോ എ ഫാക്ടർ. അപ്പോൾ ഇതിന് 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫാക്ടർ ഉള്ളത് 1ന് മാത്രമേ ഉള്ളൂ. 1ന് മാത്രമേ ഒരു ഫാക്ടർ ആയിട്ടുള്ളൂ. therefore 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. പിന്നെ പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും, 1ഉം ആ നമ്പറും. കോമ്പോസിറ്റ് നമ്പേഴ്സിന് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നോക്കൂ, അപ്പൊ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ്, അതിനെ നമ്മൾ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് എന്നിങ്ങനെ 2ആയിട്ട് കോമൺലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു, ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ നമ്പർ പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ കോമ്പോസിറ്റ് നമ്പർ ആണ്. ആ കോമ്പോസിറ്റ് നമ്പറിനെ നമ്മൾ പിന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രൈം നമ്പറിനെ കോമ്പോസിറ്റ് നമ്പറിനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്,
എല്ലാ കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു കോമ്പോസിറ്റ് നമ്പർ, ഇപ്പൊ 12 എന്നൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്ത് തിരിച്ചോളൂ. ഈ 12നെ 12 is equal to 2 into 2 into 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അഥവാ 2 is a prime, also 2 is a prime, 3 is a prime. അപ്പോൾ ഈ 12 എന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ ഇപ്പോൾ 25 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ 5 into 5 എന്ന് എഴുതാം. അതേപോലെ 24 എന്നാണെങ്കിലോ 2 into 2 into 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 2 into 2 8 ആണ്, 8 into 3 24 ആണ്. അങ്ങനെ ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും പ്രൈമിന്റെ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഈ പ്രൈമും കോമ്പോസിറ്റും ഉപയോഗിച്ച് വളരെ പ്രധാനപ്പെട്ട 2 കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് LCM എന്ന് പറയുന്നതും അതേപോലെ HCF എന്ന് പറയുന്നതും. എന്താണ് LCM? LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതേപോലെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് രണ്ടും നമുക്ക് വളരെ വേണ്ട ഒരു മാത്തമാറ്റിക്സിന്റെ കൺസെപ്റ്റ് ആണ്. ഇതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് LCM? എങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ 2 നമ്പേഴ്സ് 12ഉം 16 എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ LCM നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ LCM നിങ്ങൾ കാണുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ആണ് അതിന്റെ മെത്തേഡ്. അപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പ്രൈം നമ്പർ ആണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് പ്രൈം കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സെക്കൻഡ് പ്രൈമായ 3 എടുക്കുക, തേർഡ് പ്രൈമായ 5 എടുക്കുക, പിന്നെ 7 എടുക്കുക. അങ്ങനെയാണ് തുടർന്ന് പോവുക. നോക്കൂ, ഈ നമ്പറുകൾ രണ്ടിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് പറയുന്ന നമ്പർ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 6 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 8 എന്ന് കിട്ടും. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടും. ഇനി ഈ 3നും 4ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോമൺ ആയിട്ടുള്ള പ്രൈം നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. കാരണം 3ലും 4ലും കോമൺ ആയിട്ട് പ്രൈം നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ 2 into 2 അതായത് 4, ഇതിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. HCF is equal to 4. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഈ 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 12ഉം 16 എന്നീ 2 നമ്പറുകളിൽ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ അത് 4 ആണ്. കാരണം 12/4 16/4. മനസ്സിലായില്ലേ? അപ്പൊ ഈ 4 ആണ് ഹയസ്റ്റ് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് HCF. ഇനി LCM എന്ന് പറഞ്ഞാൽ എന്താണ്? LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ 2 into 2 into 3 into 4 അഥവാ നമുക്ക് ഇത് 2 into 2 4 ആണ്, 4 into 12 48 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ദിസ് ഈസ് ദ LCM. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം, 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് ഇതിന്റെ LCMന്റെയും HCFന്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, ആ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് അതിന്റെ LCMഉം HCFന്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 12ന്റെയും 16ന്റെയും പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ ആയിരിക്കും ഈ LCMഉം HCFഉം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ രീതിയിൽ നമുക്ക് LCMഉം HCFഉം പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഫ്രാക്ഷനുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കതിന്റെ LCM കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷനും സബ്ട്രാക്ഷനും പോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതറിയണം. അപ്പൊ എല്ലാവരും ഈ മെത്തേഡ് ശരിക്ക് മനസ്സിലാക്കുക. ഇനി നമുക്ക് 2 നമ്പറുകളുടെ LCMഉം HCFും കാണാൻ 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 6 and 20. നമ്മൾ ഈ 2 നമ്പറിന്റെയും LCMഉം HCFും ആണ് കാണുന്ന വിചാരിച്ചോളൂ. നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുക ഇവിടെ 3 എന്ന നമ്പർ കിട്ടുക, പിന്നെ ഇവിടെ 10 എന്ന് കിട്ടും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ഒരു പ്രൈമാണ്, 10 ഒരു ഈവൻ നമ്പറാണ്. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഇനി എന്തില്ല? നമ്പറുകളില്ല, പ്രൈം നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 2 എന്ന് പറയുന്ന നമ്പറാണ് ഇതിന്റെ GCD അഥവാ HCF. ഞാൻ പറയുന്നത്
HCF മറ്റൊരു പേരും കൂടി ഉണ്ട് GCD. അപ്പൊ GCD എന്ന് പറയാം, അല്ലെങ്കിൽ HCF എന്ന് പറയാം. GCD ഈക്വൽ ടു എത്രയാണ്? 2 ആണ്, അല്ലെങ്കിൽ HCF is equal to 2. എന്താണ് ആക്ച്വലി 2 എന്ന് പറയുന്ന നമ്പറോട് നമ്മൾ മീൻ ചെയ്യുന്നത്? ഈ 6 എന്ന നമ്പറിലും 20 എന്ന നമ്പറിലും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ, അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് രണ്ടിലും ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ഹയസ്റ്റ് നമ്പർ ആരാണ്? 2 ആണ്. Therefore HCF is equal to, HCF മറ്റൊരു പേരാണ് GCD. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ LCM കാണാൻ വിചാരിച്ചോളൂ. LCM കാണാന് നമുക്ക് ഈ 3നെയും 10നെയും ഇനി നമുക്ക് എന്തില്ല, നമുക്ക് കോമൺ ആയിട്ട് ഒന്നും ഡിവൈഡ് ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലെന്ത് ചെയ്യാം, ഈ നേരെ ഈ 3 എന്ന് പറയുന്ന നമ്പറിന് വെളിയെടുക്കുന്നു. അപ്പൊ 3 ഇവിടെ 1 എന്ന് വരുന്നു, ഇവിടെ 10 എന്നാണ് വരിക. ഓക്കെ, ഇനി നേരെ എന്ത് ചെയ്യാം, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 1 കിട്ടുന്നു, 5 കിട്ടുന്നു. വീണ്ടും നമ്മൾ ഒരു 5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കിട്ടുന്നു, 1 കിട്ടും. അപ്പൊ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? LCM is equal to 2 into 3 into 2 into 5, അഥവാ ഇതിന് ആൻസർ എത്ര കിട്ടുക? 60 ആണ് കിട്ടുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ LCM into HCF. നേരത്തെ HCF നമുക്ക് 2 എന്ന് കിട്ടി, LCM 60 കിട്ടി. അപ്പൊ 2 into 60 ആണ് LCMഉം HCFും തമ്മിലുള്ള പ്രൊഡക്റ്റ്. ഇത് എന്തിന് ഈക്വൽ ആണ്? ഈ നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആയ 6 into 20 120ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് രണ്ട് നമ്പറുകളുടെയും LCM into HCF എന്നത് ആ നമ്പറുകളുടെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അത് രണ്ട് നമ്പേഴ്സ് മാത്രമല്ല, എത്ര നമ്പേഴ്സ് ആണെങ്കിലും അവയുടെ എല്ലാം പ്രൊഡക്റ്റിന്റെ ഈക്വൽ ആയിരിക്കും എന്ത്? അവയുടെ LCMഉം HCFും തമ്മിലുള്ള പ്രൊഡക്റ്റ്. ഈ തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് നമുക്ക് ഭാവിയിലേക്ക് പല ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.